ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം നാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയേ 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 ഈശോയേ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട ജോസഫ് അച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുമസിന്റെ സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആമുഖ പ്രഭാഷണം സെബാസ്റ്റ്യനച്ചൻ അവസാനിപ്പിച്ചത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്, നമ്മൾ കർത്താവിന്റെ കൂടെയുണ്ടോ? എന്താണ്? കർത്താവ് നമ്മോട് കൂടെയുണ്ട്, നമ്മൾ കർത്താവിന്റെ കൂടെയുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ മനോഹരമായ ഒരു ചോദ്യമാണത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. എപ്പോഴൊക്കെയാണ് ദൈവം നമ്മോട് കൂടെയുള്ളത്? ദൈവം പ്രഭാതം മുതൽ രാത്രി വരെ കർത്താവ് നമ്മോട് കൂടെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോൾ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ കാലത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, ദിവ്യബലി അർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, മറ്റു ജോലികളിലേക്ക് വ്യാപൃതരാകുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ ഏത് കാര്യവും ചെയ്യുമ്പോഴും, അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ഇനി നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ? ഉദാഹരണത്തിന് സന്തോഷത്തിന്റെ ഒരു സാഹചര്യം, സന്തോഷത്തിന്റെ സാഹചര്യത്തിൽ ഒരു ആഘോഷത്തിന്റെ സാഹചര്യം. ഈ ആഘോഷത്തിന്റെ സാഹചര്യത്തിൽ ആരു കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. കൈയടിച്ച് നന്ദി പറയാം. അതുപോലെ ഒരു സങ്കടത്തിന്റെ സാഹചര്യം, നമ്മൾ വേദനിക്കുകയാണ്, നമ്മൾ വിഷമിക്കുകയാണ്, നമ്മൾ നിരാശയിലാണ്, നമ്മൾ ദുഃഖത്തിലാണ്, ആരു കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. ഇനി നമുക്ക് കൈയടിച്ച് കർത്താവ് പറയാം. സങ്കടത്തിന്റെ സാഹചര്യത്തിൽ ദൈവം കൂടെയുണ്ട്, സന്തോഷത്തിന്റെ സാഹചര്യത്തിൽ ദൈവം കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ സാഹചര്യത്തിൽ ആരു കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു സ്വർഗീയമായ സമാധാനം അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഹൃദയത്തിൽ ഒരു ആന്തരിക സ്വാതന്ത്ര്യം, ഒരു ഉത്സാഹം ഒക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ദൈവം കൂടെയുണ്ട്. ഇനി ചില സാഹചര്യങ്ങളിൽ ഈ സമാധാനമുള്ള അവസ്ഥയായെന്ന് വരില്ല, അത് നഷ്ടപ്പെട്ടു പോകാൻ ചില സാഹചര്യങ്ങൾ ഇടവരുത്താം. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ഒരു രോഗം വരുന്നു, ഒരു പ്രയാസം വരുന്നു, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ വരുന്നു, ഒരു അകൽച്ച വരുന്നു, ഒരു പ്രയാസം വരുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല, നമ്മൾ വിചാരിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ പലതരത്തിൽ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, എല്ലാ സമയവും എല്ലാവരും
ഒരുപോലെ ആകണമില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥതകളുടെ ഒരു വശത്ത് സമാധാനം, മറുവശത്ത് അസ്വസ്ഥതകൾ. ഈ അസ്വസ്ഥതകളുടെ സാഹചര്യത്തിലും ആര് കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ആ വാക്ക് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ ഒതുഞ്ഞു പിടിക്കുന്ന, ഒന്നും വിട്ടുകളയാതെ, ഒരു സാഹചര്യവും വിട്ടുകളയാതെ. ഇനി നമ്മുടെ പാപത്തിന്റെ സാഹചര്യങ്ങളിലും ആരുകൂടെയുണ്ട്? ദൈവം. നമുക്ക് വീഴ്ചകൾ വരുന്നു, നമ്മൾ ദൈവകൽപ്പനകൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ലംഘിക്കുന്ന പാപത്തിന്റെ സാഹചര്യങ്ങളുണ്ട്. ചിന്തകളിൽ, വാക്കുകളിൽ, നിലപാടുകളിൽ, പ്രവർത്തികളിലൊക്കെ നമുക്ക് വീഴ്ചകൾ വരുന്നുണ്ട്. തീർച്ചയായും ദൈവസ്നേഹത്തിനെതിരെ വീഴ്ചകൾ വരുന്നുണ്ട്, പരസ്നേഹത്തിനെതിരെ വീഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, അതുപോലെ ചെയ്യാൻ പറ്റുമായിരുന്ന ചില നന്മകൾ ചെയ്യാതെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? പാപം, നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഈ വീഴ്ചകളുടെ മധ്യത്തിലും ആര് കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതുപോലെ നമുക്ക് ചില കൊച്ചു കൊച്ചു നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നു, നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു, ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും പാപത്തിലൊന്നുമല്ല, കുറച്ച് നന്മകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ആ നന്മകളുടെ, നമ്മുടെയും മറ്റുള്ളവരുടെയും ആ നന്മകളുടെ സാഹചര്യങ്ങളിലും ആരുകൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രതിസന്ധികൾ എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്, വളർച്ചയെന്ന് പറയുന്ന സാഹചര്യങ്ങൾ, താഴ്ചയെന്ന് പറയുന്ന സാഹചര്യങ്ങൾ, ഉയർച്ചയെന്ന് പറയുന്നത്, തളർച്ചയെന്ന് പറയുന്നത്, വിജയമെന്ന് പറയുന്നത്, പരാജയമെന്ന് പറയുന്നത് ഒക്കെയായിട്ടുള്ള നിരവധി സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല. ദൈവം നമ്മെ പൊതിഞ്ഞു പിടിച്ചിട്ട്, ദൈവം നമ്മെ തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, ദൈവം നമ്മെ തന്റെ ഹൃദയത്തിന്റെ, മനുഷ്യ ഹൃദയമെടുത്ത് ദൈവം ഒരു മനുഷ്യ ഹൃദയം രൂപപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? ഈ ഹൃദയത്തിൽ മനുഷ്യനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കാരണം ദൈവഹൃദയത്തിൽ നിന്ന് പാപം ചെയ്ത മനുഷ്യൻ ദൈവഹൃദയത്തിൽ ഇരിക്കാൻ പറ്റാതെയായി, ദൈവഹൃദയത്തിന് യോജിക്കാത്തവനായി പാപം ചെയ്ത മനുഷ്യൻ മാറി. അപ്പോൾ ഇനി ദൈവത്തിന്, അവിടുത്തെ നീതിക്ക്, പരിശുദ്ധിക്ക് അനുസരിച്ച് മനുഷ്യനെ ദൈവഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന് എന്തു വേണം? ഈ മനുഷ്യനെ സൂക്ഷിക്കാനായിട്ട് ഒരു ഹൃദയം വേണം. അങ്ങനെയാണ് ദൈവം മനുഷ്യഹൃദയമെടുത്ത്, ആ മനുഷ്യഹൃദയം കുത്തിപ്പിളർന്ന്, ആ മനുഷ്യഹൃദയം മനുഷ്യന് വേണ്ടി തുറന്ന്, ആ മനുഷ്യഹൃദയം കൊണ്ട് ദൈവം മനുഷ്യന് വേണ്ടി ഒരു പുതിയ പറുദീസ ഒരുക്കിയത്. കൈയടിച്ച് നന്നായി നന്ദി. അപ്പോൾ സ്വർഗമാകുന്ന പറുദീസ, പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന് പറയുന്ന പറുദീസ നമ്മൾ വിചാരിക്കരുത് കുറെ നല്ല പഴങ്ങളും കുറെ നല്ല തോട്ടവും കുറെ നല്ല, പറുദീസ എന്ന് പറയുമ്പോൾ നല്ല തോട്ടവും നല്ല പൂക്കളും ഒക്കെയുള്ള ഒരു ഇടമെന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറുദീസ എന്ന് വിചാരിക്കാറുണ്ട്. പറുദീസ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. പാപം ചെയ്ത മനുഷ്യന് പിന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരുത്താൻ ദൈവത്തിന് സാധിക്കുകയില്ല. കാരണം അത് നീതിയല്ല. അപ്പോൾ പക്ഷേ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ, വലിയ പാപം ചെയ്ത മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം അസ്തമിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ, അത് മായാതെ നിൽക്കുകയാണ്, അത് മറയാതെ നിൽക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കർത്താവിന് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. അചഞ്ചലമായ സ്നേഹമുണ്ടായിട്ട് നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ സ്നേഹത്തിന് മാറ്റം വരുന്നില്ല. അചഞ്ചലമായ സ്നേഹമാണ്. എന്നിട്ടും പാപം ചെയ്തിട്ട് എന്തിനാണ് പറുദീസയിൽ നിന്ന് പുറത്താക്കിയത്? സ്നേഹത്തിന് മാറ്റം വന്നിട്ടില്ല, എങ്കിലും പറുദീസയിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. അത് ദൈവത്തിന്റെ നീതിയാണ്.
അതുകൊണ്ട് മനുഷ്യന് അവിടുള്ള സ്നേഹത്തിന്റെ, വലിയ സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് ദൈവം ഒരു മനുഷ്യഹൃദയം എടുക്കുകയാണ്. ദൈവത്തിന് മനുഷ്യനെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാതെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല. ഒരു അപ്പൻ മകനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു, നീ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൻ മകനെയും ഭാര്യയെയും കൂടെ ഇറക്കി വിട്ടു. അപ്പം പറഞ്ഞിരിക്കുകയാണ്, നീ വീട്ടിൽ കയറരുതെന്ന്. അങ്ങനെ മകനും ഭാര്യയും കൂടെ കൊച്ചും കൂടെ പോയി വേറെ വാടക വീടെടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പന് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൻ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളും കേക്കും ഒക്കെ പൊതിഞ്ഞ് ആ വാടക വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകന്റെ അയോഗ്യത കൊണ്ട് അവന് വീട്ടിൽ കയറാൻ പാടില്ല, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അവന്റെ വീട്ടിൽ കയറാൻ. അപ്പോൾ അങ്ങനെ സ്വയം താഴ്ന്ന്, അപ്പൻ സ്വയം താഴ്ന്ന് എളിമപ്പെട്ടുകൊണ്ട് ഈ മകന്റെ വീട്ടിലേക്ക് ഒരുപക്ഷെ ഒരു നാണം കെട്ടവനെ പോലെ കയറി ചെല്ലുക. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത്. ദൈവം ഇങ്ങനെ തന്നെ താഴ്ത്തുകയാണ്, ഭൂമിയോളം താഴ്ത്തുകയാണ്, തന്നെ മറക്കുകയാണ്. ദൈവം, ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദൈവം തന്നെ മറന്നതിന്റെ ഒരു തിരുനാളാണ്. തന്നെ മറക്കുക എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ദൈവത്തിന് ദൈവം ചെയ്ത കാര്യങ്ങൾ, ദൈവത്തിന്റെ പുണ്യത്തെക്കുറിച്ച് ഞാൻ ഇത്രമാത്രം ചെയ്തതാണ്, ഞാൻ ഇത്രമാത്രം കൊടുത്തതാണ്, ഞാൻ ഇത്രമാത്രം അധ്വാനിച്ചതാണ്, അവനിനി കൊടുക്കാത്തതായിട്ടൊന്നുമില്ല. താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് ചിന്തിച്ചു കൊണ്ടിരിക്കാം. പിന്നെ ചിന്തിക്കാവുന്ന കാര്യമാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും അവൻ എന്നോട് തിരിച്ചു ചെയ്തത് ഇതൊക്കെയാണല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ ദൈവത്തിന് താൻ ചെയ്ത നന്മകളെക്കുറിച്ചും, ഞാൻ നന്മ ചെയ്തിട്ട് ഈ മനുഷ്യൻ തന്നോട് പ്രതികരിച്ച രീതികളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കാം. പക്ഷേ ദൈവം അതെല്ലാം മറക്കുകയാണ്. എന്തൊക്കെയാണ്? അതാണ് ദൈവം സ്വയം മറന്നതിന്റെ തിരുനാളാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ദൈവം താൻ ഈ മനുഷ്യന് വേണ്ടി ചെയ്തതൊക്കെ, താന്റെ നന്മകളൊക്കെ അങ്ങോട്ട് മറന്നു. എന്നിട്ട് മനുഷ്യന്റെ പാപങ്ങളും എല്ലാം മറന്നിട്ട് അവന് അവിടെ എനിക്കുള്ള സ്നേഹം മാത്രം ഓർത്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. കൈയടിച്ച് കർത്താവിൽ. പ്രിയപ്പെട്ടവരെ, ഇതാണ് അതിന്റെ ഒരു ആത്മീയതയും ദൈവശാസ്ത്രവും. ഇത് നമുക്ക് അനുദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ഈ സ്വഭാവം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ ആമുഖ പ്രാർത്ഥനയിൽ വായിച്ചതുപോലെ വിശ്വാസത്തിലൂടെ മനസ്സിൽ പ്രകാശിപ്പിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ഈ വിശ്വാസത്തിലൂടെ മനസ്സിൽ പ്രകാശിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നത്, എൻ്റെ എല്ലാ സാഹചര്യത്തിലും അവിടുന്ന് എന്നോട് ചേർത്ത് പിടിക്കുന്നു എന്നത്, അവിടുന്ന് ഒരു മനുഷ്യ ഹൃദയമെടുത്തിട്ട് അത് കുത്തിപ്പിളർന്ന് നമുക്ക് അതിൽ വസിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലുള്ള പറുദീസയാണ് ദിവ്യകാരുണ്യം എന്ന് പറയാറുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് പാർക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയമെന്ന കൂടാരമാണ് ദിവ്യകാരുണ്യം. അപ്പോൾ ഈശോയുടെ ആ ഹൃദയം നമുക്ക് തന്നിരിക്കുന്നു. ഇതൊരു മനസ്സിൽ പ്രകാശിക്കുന്ന കാര്യമാണ്. ഈ മനസ്സിൽ പ്രകാശിക്കുന്നത് എന്ത് ചെയ്യണം? ഞങ്ങളുടെ പ്രവർത്തികളിലും പ്രതിഫലിക്കണം. നമ്മൾ ദൈവത്തിന്റെ കൂടാരത്തിലായിരിക്കുന്നു, ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം, ഇമ്മാനുവേൽ എന്ന് പറയുന്ന വിശ്വാസം നമ്മുടെ പ്രവർത്തികളിൽ പ്രതിഫലിക്കാൻ കൃപ തരണമേ എന്നാണ് നമ്മൾ ഈ ബലിയുടെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വളരെ ആഴമുള്ള ഒരു പ്രാർത്ഥനയാണത്. നമ്മുടെ മനസ്സിൽ പ്രകാശിക്കുന്ന ഒരു പുൽക്കൂട് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്, ഒരു നക്ഷത്രം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്, ദൂതുപാടുന്ന ദൈവസ്തുതികൾ ആലപിക്കുന്ന മാലാഖമാര് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ട്. ദൈവാരാധനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് രാത്രിയിൽ എല്ലാം മറന്ന്, തങ്ങളുടെ തളർച്ച മറന്ന്
എഴുന്നേറ്റ്, അതുവരെ രാത്രി പകല് മുഴുവൻ അധ്വാനിച്ച ഒരു ആട്ടിടയ സമൂഹമാണ്. ആ ആട്ടിടയർ ആ തണുപ്പുള്ള രാത്രിയിൽ എഴുന്നേറ്റ് ഒരു വചനത്തിൽ വിശ്വസിച്ച് ആ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്ത ആ സംഭവം നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മയുടെയും ഒരു കുഞ്ഞിന്റെയും ഒരു അപ്പന്റെയും കഥ, പരിശുദ്ധ അമ്മയുടെയും അവളിൽ നിന്ന് പിറന്ന കുഞ്ഞിന്റെയും കഥ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ട്. ഒരമ്മയുടെ സമർപ്പണവും ത്യാഗവും, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ അനുസരണവും എളിമയും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. പുൽക്കൂടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പുൽക്കൂട്ടിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നക്ഷത്രങ്ങളായി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുൽക്കൂടിന്റെ ആ ലാളിത്യം ഹൃദയത്തിൽ പ്രകാശിക്കുകയാണ്. പുൽക്കൂടിന് വാതിലുകളില്ല, ജനലുകളില്ല, അതിങ്ങനെ തുറന്നു കിടക്കുന്നത് മനസ്സിനെ പ്രകാശിപ്പിക്കുകയാണ്. എല്ലാവരെയും സ്വീകരിക്കുന്നതിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ദൈവഹൃദയത്തിന്റെ ഒരു അടയാളമാണതെന്ന് മനസ്സിനെ പ്രകാശിപ്പിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ പ്രകാശിപ്പിക്കുന്ന, മനസ്സിൽ ഉണ്ടാകുന്ന പ്രകാശങ്ങൾ എന്തു വേണം? മനസ്സിലുണ്ടാകുന്ന പ്രകാശങ്ങൾ നമ്മുടെ പ്രവർത്തികളിൽ പ്രതിഫലിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ക്രിസ്തുമസായിട്ട് മാറുന്നത്. നമ്മൾ ക്രിസ്തുമസ് ആഘോഷിച്ചു, നമ്മൾ കേക്ക് മുറിച്ചു, നമ്മൾ നക്ഷത്രമിട്ടു എന്നതിനപ്പുറം, നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചു, നമ്മൾ ആഘോഷിച്ചു എന്നതിന്റെ അപ്പുറം, നമ്മൾ അപരന് ദൈവസാന്നിധ്യത്തിന്റെ ആനന്ദം നൽകുന്ന ഒരു ക്രിസ്തുമസ് ആകുന്നുണ്ടോ? എന്റെ വാക്കുകൊണ്ട്, എന്റെ നോട്ടം കൊണ്ട്, എന്റെ സാന്നിധ്യം കൊണ്ട് അപരനിൽ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം. വീണ്ടും സെബാസ്റ്റ്യൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞ ആ ഒരു വൈദികന്റെ കഥ പോലെ, വൈദികന്റെ കരങ്ങളിൽ നിന്ന് ഉണ്ണീശോയുടെ രൂപം താഴെ വീണ് ഉടഞ്ഞുപോയി. കുഞ്ഞായിരുന്നപ്പോൾ ഉടഞ്ഞുപോയതിന്റെ വേദന ഈ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ ഉള്ളിൽ പേറുകയാണ്. എന്റെ കയ്യിൽ ഞാൻ മൂലമാണല്ലോ ആ ഉണ്ണി ഉടഞ്ഞു പോയത് എന്ന ഒരു വേദന. പിന്നീട് വൈദികനായപ്പോൾ ഇടവക സമൂഹത്തോടുകൂടെ ഉണ്ണിയേശുവിനെയും കൊണ്ട് പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ വൈദികന്റെ പ്രാർത്ഥന, ഞാൻ മൂലം ഈ ഉണ്ണി ഉടഞ്ഞു പോകരുത്, എന്റെ കയ്യിൽ നിന്ന് ഈ ഉണ്ണി ഉടഞ്ഞു പോകരുത്, എന്റെ സാന്നിധ്യം മൂലം അപരനിലുള്ള ക്രിസ്തുവിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോകരുത്. ഒരു തീക്ഷ്ണമായ വെന്തുരുകിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാൻ അപരന് കൊടുക്കേണ്ട ദൈവസാന്നിധ്യം അത് കൊടുക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഞാനിത് സൂക്ഷിക്കാൻ, ഈ ഉണ്ണിയേശുവിനെ എന്റെ കരങ്ങളിൽ സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ദൈവികമായൊരു ആനന്ദം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ച് അപരൻ അത് വിതരണം ചെയ്യാൻ ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ കടപ്പെട്ടവനാണ്. എന്റെ തന്നെ ചില പരിമിതികൾ കൊണ്ട്, നമ്മളെല്ലാവരും ആരാണ്? പരിമിതികളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. നമുക്ക് അശ്രദ്ധയുണ്ട്, ഉത്സാഹക്കുറവുണ്ട്, വിശ്വാസക്കുറവുണ്ട്, പ്രത്യാശയുടെ കുറവുണ്ട്, സ്നേഹത്തിന്റെ കുറവുണ്ട്, പല മേഖലകളിലുമുള്ള ശ്രദ്ധക്കുറവുണ്ട്. അങ്ങനെ ഈ വൈദികന്റെ ഹൃദയത്തിലുള്ള മനോഭാവം, എന്റെ ഉത്സാഹക്കുറവ് കൊണ്ട്, എന്റെ സ്നേഹക്കുറവ് കൊണ്ട്, എനിക്ക് ക്ഷമിക്കാനുള്ള മടി കൊണ്ട്, എനിക്ക് പങ്കുവയ്ക്കാനുള്ള ആ ഉത്സാഹമില്ലാതിരിക്കുന്നത് കൊണ്ട്, എന്റെ കയ്യിലുള്ള ഈ ഉണ്ണീശോ, ഞാൻ കൊടുക്കേണ്ട, ഞാൻ പങ്കുവയ്ക്കേണ്ട, ഞാൻ ഈ ലോകത്തിൽ അവതരിപ്പിക്കേണ്ട ഈ ദൈവ സാന്നിധ്യം അത് ഇല്ലാതെയായി പോകരുത്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, വൈദികന്റെ കരങ്ങളിൽ മാത്രമല്ല ഉണ്ണീശോയുടെ സാന്നിധ്യമുള്ളത്. നമ്മൾ ഓരോരുത്തരും ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട്, ദൈവത്തെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ അപരന് വേണ്ടി പങ്കുവയ്ക്കുന്നത് ദൈവസാന്നിധ്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവീകതയാണ് നമ്മൾ അപരനിന് മുറിച്ചു നൽകുന്നത്. നമ്മൾ കേക്ക് മുറിച്ച് നൽകുമ്പോൾ, നമ്മൾ ഈ ആനന്ദം പങ്കുവയ്ക്കുമ്പോൾ, ആ മധുരം കൊടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, നമ്മുടെ ഉള്ളിലുള്ള കരുണ, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം, കരുണ എന്ന് പറയുന്നത്, വാത്സല്യം എന്ന് പറയുന്നത് അത് നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളല്ല പുറത്തു വരേണ്ടത്,
നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടത് ദൈവീകതയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം ഇതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവീകതയ്ക്ക് പകരം മാനുഷികത പുറത്തു വരുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ട ദൈവത്തിന്റെ കരുണയ്ക്ക് പകരം നമ്മുടെ ഉള്ളിലുള്ള ദൈവകരുണയ്ക്ക് വിരുദ്ധമായ ഭാവങ്ങൾ പുറത്തു വരുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ വിശുദ്ധി പുറത്തേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മാനുഷികതയുടെ ഭാഗമായിട്ടുള്ള അശുദ്ധി പുറത്തേക്ക് വരുന്നു. തിന്മകള് നമ്മുടെ ഉള്ളിലുള്ള ദൈവീകമായ പുണ്യമായ നിസ്വാർത്ഥത പുറത്തേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ സ്വാർത്ഥതകൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്രിസ്തുമസ് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ദൈവീകതയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവ് പോറ്റി വളർത്തിയത് ഈ ദൈവീകതയെയാണ്. അട്ടിടയന്മാർ പോയി അഭിനന്ദിച്ചത്, ആരാധിച്ചത് ഈ ദൈവീകതയെയാണ്. എനിക്ക് ഇന്ന് എന്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവീകത പുറത്തേക്ക് വന്നതുപോലെ എന്റെ ഉള്ളിൽ നിന്ന് എന്റെ ചിന്തകളിലൂടെ, എന്റെ വാക്കുകളിലൂടെ, എന്റെ നോട്ടത്തിലൂടെ, എന്റെ നിലപാടുകളിലൂടെ ഒരു ദൈവീകത, കരുണയുടെ ഭാവം, സ്നേഹത്തിന്റെ ഭാവം, ആനന്ദത്തിന്റെ ഭാവം, നിസ്വാർത്ഥതയുടെ ഭാവം, ലാറ്റിനുമുപരിയായി സ്വർഗീയമായ ഒരു വിനീതാവസ്ഥയുടെ ഭാവം പുറത്തേക്ക് വരാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്. നീ ദൈവത്തിന്റെ കൂടെയുണ്ടോ? ദൈവം നമ്മോടുകൂടെ എല്ലായ്പ്പോഴുമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ദൈവം നമ്മോട് കൂടെയുള്ളത് നമ്മെ പൊതിഞ്ഞു പിടിക്കാനും നമ്മെ രക്ഷിക്കാനുമാണ്. നമ്മൾ ദൈവത്തോട് കൂടെയുള്ളത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മോട് കൂടെയുള്ളത് നമ്മെ രക്ഷിക്കാനാണ്, നമ്മെ സൗഖ്യപ്പെടുത്താനാണ്, നമുക്ക് സന്തോഷം തരാനാണ്, നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്താനാണ്. നമ്മൾ ദൈവത്തിന്റെ കൂടെയുള്ളത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തിന്റെ കൂടെയുള്ളത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഈശോ നമ്മോട് കൂടെയുള്ളത് നമുക്ക് വേണ്ടി ജീവിക്കാനാണ് എന്നതുപോലെ നമ്മൾ ദൈവത്തിന്റെ കൂടെയുള്ളത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകാനല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവ സാന്നിധ്യം വഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നമ്മൾ അതിന്റെ പരിപൂർണതയിൽ, വിശ്വസ്തതയിൽ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ ദൈവത്തോട് കൂടെ വസിക്കുക മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തെ രണ്ടായി ഭാഗിക്കാം. ഒന്ന്, നമ്മൾ ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ഒരു ഭാഗം. രണ്ട്, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ഭാഗം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് അതിന്റെ മുഴുവനായുള്ള അർത്ഥത്തിൽ രണ്ട് ഭാഗങ്ങളെയുള്ളൂ. ഒരു വശത്ത് ദൈവത്തോടു കൂടെയുള്ള ജീവിതം, മറുവശത്ത് ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതം. നീ ഒരു ഭാര്യയോ ഭർത്താവോ ആയാലും ഒരപ്പനോ അമ്മയോ ആയാലും ആ ഉത്തരവാദിത്തം നീ നിറവേറ്റുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി നിറവേറ്റുന്ന ഒരു ഉത്തരവാദിത്തമാണ്. നീ ഒരു വൈദികനോ സന്യസ്തനോ ആയാലും ഒരു പ്രേക്ഷിത പ്രവർത്തന ആയാലും നിന്റെ ജീവിതത്തിന് രണ്ട് ഭാഗങ്ങളെയുള്ളൂ. അത് ദൈവത്തിനോട് കൂടെയുള്ള ജീവിതമെന്നും ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമെന്നുമുള്ള രണ്ട് ഭാഗങ്ങളാണ്. നമുക്ക് കണ്ണുകളടച്ച് ഈ ക്രിസ്തുമസ് പ്രഭാതത്തിൽ കർത്താവ് നമ്മെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിൽ പ്രകാശിപ്പിക്കുന്ന ഈ ദൈവീക രഹസ്യങ്ങൾ അത് നമ്മുടെ പ്രവർത്തികളിൽ പ്രതിഫലിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. അവിടത്തോട് കൂടെ വസിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഉടലെടുക്കുന്നു. എൻ്റെ അനുദിന പ്രാർത്ഥനയിലൂടെ, പ്രതിദിനമുള്ള ദിവ്യബലിയിലൂടെ, വചനവായനയിലൂടെ, ധ്യാനത്തിലൂടെ ഒക്കെ എനിക്ക് ഈശോയോട് കൂടെ വസിക്കാനായിട്ട് സാധിക്കും. ദൈവ സാന്നിധ്യ സ്മരണയിലൂടെ ഈശോയോട് കൂടെ വസിക്കാൻ സാധിക്കും. അതുപോലെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇടപെടുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഒക്കെ ഈശോയെ കൊടുക്കുന്നതിനും മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടി ഞാൻ അധ്വാനിക്കുമ്പോൾ
ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ. ഈ വചനം ആഴത്തിൽ പതിയട്ടെ. ക്രിസ്തുമസ് നമ്മെ ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നവരാകുവാൻ വേണ്ടി ക്ഷണിക്കുന്ന ആ വലിയ ക്ഷണക്കത്താണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതിക്കട്ടെ. വിശുദ്ധമായ വിചാരങ്ങളോടുകൂടെ സ്തുതിക്കട്ടെ. ഈ ക്രിസ്തുമസ് പ്രഭാതം നമ്മെ നവീകരിക്കട്ടെ, നമ്മെ കഴുകി വിശുദ്ധീകരിക്കട്ടെ, പുതിയ ഒരു ഉണർവ് നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് തിരിച്ചു വയ്ക്കട്ടെ. ഈശോയ്ക്ക് അനുരൂപരായ വ്യക്തികളാക്കി ഈ ദിവസം കൂടുതൽ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കയ്യിലുള്ള അങ്ങയുടെ ആ ദൈവ സാന്നിധ്യം ഉടഞ്ഞു പോകാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ചിന്തകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയവികാര വിചാരങ്ങളെ വിശുദ്ധീകരിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളത് അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങ് കൂടെ ഇല്ലാത്തവരായി ജീവിക്കുന്നത് പോലെയുള്ള ജീവിത രീതികൾ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ചെന്തിൽ വിളിക്കാം ഈശോയേ. ഈശോയേ. നമുക്ക് എഴുന്നേറ്റ്